ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത് ആരുടെ തെറ്റാണ്? പലപ്പോഴും ആ ചോദ്യം നമ്മളിലേക്ക് തന്നെ തിരിയുന്നില്ല. കുടുംബത്തെ, സാഹചര്യങ്ങളെ, സാമ്പത്തിക അവസ്ഥയെ, വിദ്യാഭ്യാസ സംവിധാനത്തെ, ഭാഗ്യത്തെ എല്ലാം നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷേ അവയെ മാത്രം നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മൾ തന്നെ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. കുറ്റം ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് ആശ്വാസം നൽകും, പക്ഷേ അതേസമയം നമ്മളെ പവർലെസ് ആക്കും. പ്രശ്നത്തിന് കാരണം മറ്റുള്ളവരാണെങ്കിൽ പരിഹാരത്തിനും അവരെ തന്നെയാണ് കാത്തിരിക്കേണ്ടത്. 100% റെസ്പോൺസിബിലിറ്റി എന്ന ആശയം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മോശം കാര്യങ്ങൾക്കും നിങ്ങൾ തന്നെയാണ് കാരണം. ഇതൊരു ക്രൂരമായ ചിന്തയല്ല. എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു, അതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റേത് തന്നെയാണ്. ഇതാണ് 100% റെസ്പോൺസിബിലിറ്റി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ അതിനോട് പ്രതികരിക്കുന്ന രീതി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനാകും. അവിടെയാണ് നമ്മുടെ ശക്തി. റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഒരാൾ വിക്ടിം മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നു. അവർ എപ്പോഴും പറയും, എനിക്ക് അവസരം കിട്ടിയില്ല, എൻ്റെ സമയം മോശമാണ്, ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇവയെല്ലാം ഭാഗികമായി സത്യമാകാം, പക്ഷേ വിക്ടിം മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. അവർ മാറ്റം വരുത്താൻ ശ്രമിക്കില്ല, കാരണം അവരുടെ മനസ്സിൽ പ്രശ്നത്തിന്റെ ഉറവിടം പുറത്താണ്. 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഈ മനോഭാവം മാറുന്നു. ഇത് സംഭവിച്ചു എന്നതിൽ നിന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. അവിടെയാണ് പ്രശ്നത്തിന്റെ ഓണർഷിപ്പ് തുടങ്ങുന്നത്. എക്സ്ക്യൂസസ് നമ്മളെ താൽക്കാലികമായി സംരക്ഷിക്കും. ഇത് എൻ്റെ തെറ്റല്ല എന്ന് പറയുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടും. പക്ഷേ ദീർഘകാലത്ത് ഇത്തരം എക്സ്ക്യൂസസ് നമ്മളെ ബന്ധിപ്പിച്ചിടുകയാണ്. അവ നമ്മളെ അതേ സ്ഥലത്ത് തന്നെ നിർത്തും. ഇപ്പോൾ മൂടില്ല, പറ്റിയ സമയം നോക്കാം, അവസരം വന്നാൽ തുടങ്ങാം. ഇതെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാൾ ഇത്തരം എക്സ്ക്യൂസസ് കുറയ്ക്കും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം കൺട്രോളാണ്. ജീവിതം നമ്മളോട് ചെയ്യുന്നതിൽ നമുക്ക് നിയന്ത്രണം ഇല്ലായിരിക്കാം, പക്ഷേ ജീവിതത്തോട് നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്നതിൽ പൂർണ്ണ നിയന്ത്രണം നമുക്കുണ്ട്. പലർക്കും റെസ്പോൺസിബിലിറ്റി ഭാരം പോലെയാണ് തോന്നുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്വാതന്ത്ര്യമാണ്. കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ഒരാൾ കാത്തിരിക്കില്ല, അവർ തീരുമാനങ്ങൾ എടുക്കും, അവർ മുന്നോട്ട് നീങ്ങും, അവർ ചെറിയതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് പൂർണ്ണതയുടെ അവസ്ഥയല്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവനും വീഴും, അവർക്കും തെറ്റും, അവരും പിന്നോട്ടു പോകും. പക്ഷേ അവർ അവിടെ തന്നെ നിൽക്കില്ല, കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം അവരുടെ മനസ്സിൽ ഉണ്ടാകും. 100% റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു ദൈനംദിന പരിശീലനമാണ്. ഓരോ ദിവസവും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമീപനം. ഒരു പ്രശ്നം വന്നാൽ ചോദിക്കുക, ഇതിൽ എൻ്റെ പങ്ക് എന്താണ്? ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് നിയന്ത്രിക്കാവുന്ന കാര്യം ഏതാണ്? ഈ ചോദ്യങ്ങൾ നമ്മളെ കുറ്റബോധത്തിലേക്ക് നയിക്കില്ല, മറിച്ച് ബോധത്തിലേക്ക് നയിക്കും. 100% റെസ്പോൺസിബിലിറ്റി നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല, അത് നമ്മളെ പവർഫുൾ ആക്കുകയാണ്. ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് സാഹചര്യങ്ങളല്ല, മാറേണ്ടത് നമ്മുടെ ഓണർഷിപ്പാണ്.